നമസ്കാരം. ഏറ്റുമാനൂർ. ഈ പേര് കേൾക്കുമ്പോൾ ഇതൊരു നിയമസഭാ മണ്ഡലം മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മനസ്സിന്റെ, ജനങ്ങളുടെ മാറുന്ന പ്രതീക്ഷകളുടെ ഒരു സൂക്ഷ്മരൂപമാണ് ഏറ്റുമാനൂർ. ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നതെന്താണ്? വെറും രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ ആണോ? അതോ അതിനപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളാണോ? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഏറ്റുമാനൂരിന്റെ ഈ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ അവിടുത്തെ നാടിനെയും നാട്ടുകാരെയും പരിചയപ്പെടും. പിന്നെ വോട്ടർമാരുടെ മനസ്സിലെ യഥാർത്ഥ പരാതികൾ എന്തൊക്കെയാണെന്ന് കേൾക്കും. അതിനുശേഷം കഴിഞ്ഞ 10 വർഷത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് നോക്കും. നിലവിലെ എംഎൽഎയുടെ പ്രകടനം നമ്മൾ വിലയിരുത്തും. ഒടുവിൽ ഈ വിവരങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ മികച്ച ഭരണത്തിനായുള്ളൊരു ബ്ലൂ പ്രിന്റ് എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് ആദ്യം തുടങ്ങാം. ഏതൊരു നാടിന്റെയും രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണം. ഏറ്റുമാനൂരിന്റെ തനതായ സ്വഭാവം രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റുമാനൂർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ ഇടനാട് മേഖലയിലാണ്. ഒരു വശത്ത് ഫലഭൂയിഷ്ടമായ മീനാച്ചിൽ താഴ്വര, മറുവശത്ത് ലോക പ്രശസ്തമായ വേമ്പനാട്ട് കായൽ. അതായത് കൃഷിയും ടൂറിസവുമാണ് ഇവിടത്തെ ജീവനാടി. കുമരകത്തിന്റെ സാമീപ്യം ടൂറിസത്തിന് വലിയ സാധ്യതകൾ നൽകുമ്പോൾ കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കാർഷിക മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടത്തെ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ പ്രതീക്ഷകളെയും ഒടുവിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ഇനി നമുക്കിവിടുത്തെ സാമൂഹിക ഘടനയിലേക്ക് വരാം. ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല, ഏറ്റുമാനൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ താക്കോലാണ്. ജനസംഖ്യയിൽ ഏകദേശം തുല്യമായ ശക്തികളായി ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വരുന്നു. ഇതിൽ തന്നെ സിറിയൻ കത്തോലിക്കർ, ലത്തിൻ കത്തോലിക്കർ, അതുപോലെ ഈഴവ, നായർ സമുദായങ്ങൾ എന്നിവർ നിർണായകമായ സ്വാധീനമുള്ളവരാണ്. ഓരോ വിഭാഗത്തിനും അവരുടേതായ രാഷ്ട്രീയ ചായ്വുകളുണ്ട്. കാലകാലങ്ങളായി മുന്നണികളുടെ വിജയപരാജയങ്ങളെ ഈ സാമൂഹിക ഘടന വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ശരി, നമ്മൾ നാടിന്റെ ഭൂമിശാസ്ത്രവും സാമൂഹിക ഘടനയും മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇവിടത്തെ സാധാരണക്കാരായ വോട്ടർമാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അവരുടെ മനസ്സിൽ എന്താണ്? നമുക്ക് നോക്കാം. ഇതൊരു വെറും പരാതികളുടെ പട്ടികയല്ല. ഇത് ഏറ്റുമാനൂരിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളാണ്. ലോക ടൂറിസം ഭൂപടത്തിലുള്ള കുമരകത്ത് ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാർക്കൊരു ജോലിയില്ലാത്ത അവസ്ഥ, സാധാരണക്കാരന്റെ അടുക്കള ബജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റം, പിന്നെ ഗ്രാമങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അത്യാവശ്യത്തിനൊരു ആശുപത്രിയിൽ പോയാൽ അവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ. ഇവയാണിവിടുത്തെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. നോക്കൂ, ഈയൊരു വാചകം. വിലക്കയറ്റം വോട്ടർമാരുടെ ഒരു പ്രധാന ആശങ്കയാണ്. ഇത് വളരെ ലളിതമായി തോന്നാം. പക്ഷേ ഒരു കുടുംബത്തിന്റെ മാസ ബജറ്റ് താളം തെറ്റുമ്പോൾ അതാ വീട്ടിലുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ്. ആ അസ്വസ്ഥത, ആ അതൃപ്തി വോട്ടിംഗ് മെഷീനിൽ പ്രതിഫലിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ കണക്ക് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഏകദേശം 25 ലക്ഷം രൂപ. ഇത് കുമരകമെന്ന ഒരൊറ്റ പഞ്ചായത്ത് ഒരു വർഷം കുടിവെള്ള ടാങ്കറുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ഥിരമായ ഒരു ശുദ്ധജല വിതരണ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ ഭീമമായ വിലയാണത്. ഈ പണം ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഇത് ഇവിടത്തെ ജലക്ഷാമത്തിന്റെ ആഴവും ഭരണസംവിധാനങ്ങളുടെ പരാജയവും ഒരുപോലെ തുറന്നുകാട്ടുന്നു. ഇനി നമുക്ക് ഏറ്റുമാനൂരിലെ കഴിഞ്ഞ 10 വർഷത്തെ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് വരാം. കാരണം ജനവികാരം പലപ്പോഴും അക്കങ്ങളിൽ പ്രതിഫലിക്കും. വോട്ടിംഗ് രീതികളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന ഈ ഡേറ്റ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഓരോ വ്യക്തിയുടെയും അന്തസ്സും സ്വകാര്യതയും നമ്മൾ മാനിക്കണം. വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് നയങ്ങൾ രൂപീകരിക്കാനാണ്, വ്യക്തികളെ ലക്ഷ്യം വെക്കാനല്ല. ഈ ചാർട്ട് ഒറ്റ നോട്ടത്തിൽ വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. 2011-ൽ കഷ്ടിച്ച് ജയിച്ച ഇടതുമുന്നണി 2016-ലും 2021-ലും ഭൂരിപക്ഷം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും തോന്നും ഇടതുമുന്നണിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്ന്. പക്ഷേ രാഷ്ട്രീയം അത്ര ലളിതമല്ല. ഈ ഭൂരിപക്ഷത്തിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. 2016-ൽ പോളിംഗ് ശതമാനം 80%-ലെത്തി. അതായത് ജനങ്ങൾ വളരെ ആവേശത്തോടെ വോട്ട് ചെയ്തു. എന്നാൽ 2021-ലെത്തിയപ്പോൾ പോളിംഗ് ഗണ്യമായി കുറഞ്ഞു.
75% താഴ്ന്നു. ആരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? അവരെന്തിനാണ് മാറി നിന്നത്? ഏതെങ്കിലും ഒരു മുന്നണിയോട് പ്രത്യേക മമതയില്ലാത്ത, എന്നാൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാർ നിരാശരായി വീട്ടിലിരുന്നതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഈ പട്ടികയിലെ ഏറ്റവും നിർണായകമായ സംഖ്യ 2016-ൽ മൂന്നാം മുന്നണി നേടിയ 20.8% വോട്ടാണ്. ഇത് ആകാശത്തുനിന്ന് വന്നതല്ല. പരമ്പരാഗതമായി LDFനും UDFനും ഇടയിൽ വിഭജിച്ചു പോയിരുന്ന നായർ, ഈഴവ സമുദായ വോട്ടുകളിൽ കാര്യമായ ഒരു വിള്ളൽ വീണു എന്നതിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തമായതുമായ സൂചനയായിരുന്നു അത്. 2021-ൽ ആ വോട്ട് വിഹിതം പകുതിയായി കുറഞ്ഞെങ്കിലും അത് മുന്നണികളുടെ രാഷ്ട്രീയ അടിത്തറയിൽ മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇനി നമുക്ക് മണ്ഡലത്തിലെ നിലവിലെ ജനപ്രതിനിധിയുടെ പ്രകടനത്തെ ഒന്ന് വിലയിരുത്താം. ഏതൊരു രാഷ്ട്രീയ വിശകലനത്തിലും വ്യക്തിപരമായ ഘടകങ്ങളും വളരെ പ്രധാനമാണ്. സിറ്റിംഗ് MLAയുടെ ശക്തി എന്തൊക്കെയാണ്? അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഈ താരതമ്യം. ഒരു വശത്ത് VN വാസവൻ എന്ന മുതിർന്ന നേതാവ്, സംസ്ഥാന മന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള വ്യക്തിപരമായ വിശ്വാസ്യത, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വലിയ ശക്തിയാണ്. എന്നാൽ മറുവശത്ത് തുടർച്ചയായി 2 തവണ MLA ആകുമ്പോൾ സ്വാഭാവികമായുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം, പുതിയ തലമുറയിലെ വോട്ടർമാരുമായി എത്രത്തോളം അടുപ്പമുണ്ട് എന്ന ചോദ്യം, കൂടാതെ പാർട്ടിക്കുള്ളിലെ പ്രാദേശികമായ വിഭാഗീയതകളും അദ്ദേഹത്തിന് വെല്ലുവിളികളാണ്. ഈ ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. നോക്കൂ, MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസ്യത വളരെ ഉയർന്നതാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. എന്നാൽ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിൽ, അതായത് ക്ഷേമപ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യവികസനം എന്നിവയിലൊന്നും ജനങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തിയില്ല. ഈ വിശ്വാസവും ഭരണനിർവഹണത്തിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവ്, ഇത് പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരവസരമാണ്. അപ്പോ നമ്മൾ ഇതുവരെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കണക്കുകളെയും കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഏറ്റുമാനൂരിന്റെ ഭാവിക്കായി എന്ത് തന്ത്രപരമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാൻ കഴിയുക? ഈയൊരു ആശയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെൽഫെയർ ഫറ്റീഗ്. ഇതിന്റെ അർത്ഥം സൗജന്യങ്ങളും കിറ്റുകളും പോലുള്ള ക്ഷേമ പദ്ധതികളിൽ ജനങ്ങൾക്കൊരു തരം മടുപ്പ് വരുന്നുവെന്നാണ്. അവർ പറയുന്നതിതാണ്, ഞങ്ങൾക്ക് താൽക്കാലിക സഹായങ്ങൾ മാത്രം പോരാ, ഞങ്ങളുടെ ജീവിതം സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് വേണ്ടത്. നല്ല റോഡുകൾ, സ്ഥിര വരുമാനമുള്ള ജോലികൾ, മികച്ച ആശുപത്രി സൗകര്യങ്ങൾ, ഇങ്ങനെ തങ്ങളുടെ ജീവിത നിലവാരം ശാശ്വതമായി മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം. ഈ 3 പദ്ധതികൾ നോക്കൂ. ഇവ വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജനങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള മൂർച്ചയേറിയ പരിഹാരങ്ങളാണിവ. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി പൈപ്പ് ലൈൻ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, യാത്രാദുരിതത്തിന് അറുതി വരുത്താൻ ഗ്രാമീണ റോഡുകൾ നന്നാക്കുക. ഇവ കൃത്യമായി നടപ്പിലാക്കിയാൽ അത് ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റമുണ്ടാക്കും. ഇവരാണ് ഒരുപക്ഷേ ഏറ്റുമാനൂരിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നവർ. ഇവർ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സ്ഥിരം വോട്ടർമാരല്ല. തൊഴിലില്ലായ്മയിൽ മനം മടുത്ത യുവാക്കൾ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ വീട്ടമ്മമാർ, നാടിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള പ്രവാസികൾ, രാഷ്ട്രീയത്തിലെ വർഗീയതയെ ഇഷ്ടപ്പെടാത്ത സാധാരണക്കാർ. ഇവരുടെ പ്രശ്നങ്ങൾക്ക് ആര് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്നുവോ അവർക്ക് വോട്ട് ചെയ്യാൻ ഈ വിഭാഗം മടിക്കില്ല. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഭരണഘടന നൽകുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയുടെയും സമ്മതത്തോടെയും അറിവോടെയും വേണം പൊതുപ്രവർത്തനം നടത്താൻ. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിനു മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഒരു വശത്ത് മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകൾ വേണം, മറുവശത്ത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ചെറിയ എന്നാൽ നിർണായകമായ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുകയും വേണം. ഈ വലിയ സ്വപ്നങ്ങളും ചെറിയ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിലാണ് ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ വിജയം. അപ്പോൾ ഏറ്റുമാനൂർ നമ്മളോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ്: ജനങ്ങളുടെ മാറുന്ന പ്രതീക്ഷകൾക്കും വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ? അതോ പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും വ്യക്തിപ്രഭാവത്തിന്റെയും തണലിൽ അവർ അഭയം തേടുമോ? ഇതിന്റെ ഉത്തരം നൽകേണ്ടത് ഏറ്റുമാനൂരിലെ വോട്ടർമാരാണ്. അവരുടെ വിധിയിലൂടെ കാലം അത് തെളിയിക്കും. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.